ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ്. സോ നമ്മളിന്ന് പോകുന്നത് വേറെ അങ്ങോട്ടുമല്ല. നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഗൂഡല്ലൂരൊന്ന് പോയി കണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി വരിക എന്നുള്ളതാണ്. സോ ഏതുവരെ പോകും നമുക്കറിയത്തില്ല, ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കാം. സോ നമ്മൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറേ നേരം മഴയൊക്കെ കൊണ്ട് കുറേ അവിടെയൊക്കെ നിന്ന് ഇവിടെയൊക്കെ നിന്നിട്ടാണ് നമ്മൾ പിന്നെ മടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. സോ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിട്ട് നേരെ വീട്ടിലെത്തിയിട്ട് പിന്നെ നേരെ ഇവരെ കൂടെയായിരുന്നു പോയത്. കാരണം ട്രിവാൻഡ്രത്ത് അത്രയും ദിവസം നിന്നിട്ട് പിന്നെ ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് റഫീഖ്. മുമ്പ് പോകുന്നതാണ് എൻ്റെ ഫ്രണ്ട് മിഥിലാജ്. അപ്പോൾ ഒന്ന് നോക്കിയതാ നമ്മളിതാ കാണുന്നു. ഈ മാൻകുട്ടികൾ എന്ത് ക്യൂട്ടാണല്ലേ കാണാൻ. സോ നമ്മൾ ആ മാനിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, കുറേ മാനുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. ജസ്റ്റ് അതിൻ്റെ ഇടയിൽ വണ്ടി ഒന്ന് അശ്രദ്ധ കാരണം എൻ്റെ നൻപനായ റഫീഖ് ഒന്ന് അപ്പുറത്തിടാൻ പോയി, പക്ഷെ എന്തുകൊണ്ടോ രക്ഷപ്പെട്ടു. ഓക്കെ, സോ നമ്മൾ വീണ്ടും അങ്ങനെ അതുപോലെ തന്നെ നൈസായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ പോകുന്ന വിഷ്വൽസാണ്. സോ നമുക്ക് വിചാരിച്ചു ഗൂഡല്ലൂർ പോകുന്ന ഗൂഡല്ലൂർ കൂടെ നമുക്ക് മസനഗുഡി വഴി ഊട്ടിയിലോട്ടൊരു യാത്ര അങ്ങനെ ആക്കാമല്ലോ എന്ന് വിചാരിച്ചു. സോ നമ്മൾ നേരെ വണ്ടി അങ്ങ് ചിരിച്ചു. ഓക്കെ, സോ ആ ബ്യൂട്ടി നോക്കി, എന്തൊരു രസമല്ലേ കാണാൻ തന്നെ. കണ്ടാൽ നമ്മൾ അവിടുന്ന് പോരൂല. പക്ഷേ പുതിയ ഒരു നിയമം കൂടെ ഉണ്ട് കേട്ടോ. കാരണം ഇത് പെരുന്നാളിൻ്റെ ടൈമിലൊക്കെ ആവുന്ന സമയത്ത് പോയതായിരുന്നു. സോ നമുക്ക് പാസ് എടുക്കണമുണ്ടായിരുന്നു. പാസ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും, എല്ലാവർക്കും കിട്ടുന്നതാണ്. സോ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാവുന്നതാണ്. സോ നമ്മളിതൊക്കെ കണ്ടു, വീണ്ടും അങ്ങനെ പൊക്കോണ്ടേയിരുന്നു. ആ വ്യൂ നോക്കിയേ അല്ലേ, വീണ്ടും അങ്ങനെ ഓരോ സൊറ പറഞ്ഞ് നമ്മൾ പൊക്കോണ്ടേയിരുന്നു. ആ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും ഒരു ഈച്ചക്കുഞ്ഞ് പോലും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ ഓരോ ബസ്സും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ വരുമ്പോഴേ പേടിയാണ്, ചത്ത് ആ ഒരു ഫീലിങ്. പിന്നെ ഇതാണ് നമ്മുടെ എവർഗ്രീൻ സ്പോട്ട്. നിങ്ങൾക്ക് എല്ലാ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും, മസനഗുഡി വഴി ഊട്ടിയിലോട്ടൊരു യാത്ര എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. സോ ആ വീഡിയോയിലെല്ലാം നിങ്ങൾ കാണുന്ന ആ വീഡിയോ ക്ലിക്കായതും അല്ലെങ്കിൽ ആ വീഡിയോ ട്രെൻഡിങ് ആയതെല്ലാം ഈ വ്യൂ വെച്ചിട്ടായിരുന്നു. ഈ ഒരു ആക്ച്വൽ അതായത് റിയൽ വീഡിയോ എന്ന് പറയുന്നത് ഇതായിരുന്നു. സോ നമ്മളും മസനഗുഡി വഴി ഊട്ടിയിലോട്ടൊന്ന് പോയി. ഊട്ടിയൊന്നും എത്തിയില്ല, മസനഗുഡിയിൽ നിന്ന് അങ്ങോട്ട് ജസ്റ്റ് തിരിച്ചു വന്നു. സോ രണ്ട് സൈഡിലും നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. സോ അതൊക്കെ ഇങ്ങനെ കണ്ട് നമ്മൾ അടുത്തെന്താ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ആനയൊക്കെ നമ്മുടെ അവിടെ ഒരു ആനയെ വളർത്തുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. സോ അതിനെ നമ്മൾ കണ്ടു. വീണ്ടും പോയപ്പോൾ മാനുകുട്ടികൾ, ഇതൊക്കെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് എടുത്തതാണ് കേട്ടോ, മാനിൻ്റെ കുട്ടികളുടെ ഇതൊക്കെ. അതിനുശേഷം നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് ആക്ച്വലി എന്ന് വെച്ചാൽ ഒരു റിസോർട്ട് പോലത്തെ ഒരു സംഭവമാണ്. നമ്മുടെ ഈ എസ്റ്റേറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സെറ്റപ്പാണ്. സോ അതിൻ്റെ വ്യൂ നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു അറിയോ. കാരണം എല്ലാവരും വന്നിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോസ് എടുക്കുക. അപ്പം ഞാനും വിചാരിച്ചു എന്നാച്ചമാര് വീഡിയോ എടുത്തേക്കാന്നില്ല രീതിക്കാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. സോ നോക്കി എന്ത് രസമാണല്ലേ കാണാൻ തന്നെ. സോ അതിൻ്റെ ഒരു വീഡിയോസൊക്കെ എടുത്ത് ചുമ്മാ പിന്നെയും പറഞ്ഞൊക്കെ ചെയ്തെന്ന് അത്രയും നേരം അവിടെ എല്ലാവരും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ വേറെ പണിയൊന്നുമില്ലല്ലോ, ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുകയായിരുന്നു. എനിക്ക് ആ വ്യൂ നോക്കി എന്ത് രസമാണല്ലേ കാണാൻ തന്നെ. അങ്ങനെ ഞങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകാമെന്ന് വെച്ചു. കാരണം സ്റ്റേ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. രാവിലെ പോവാ, വൈകുന്നേരം വരിക, ആ ഒരു രീതിക്കായിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ പറഞ്ഞു ഓക്കെ എന്നാൽ ശരി നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നമ്മൾ വീട്ടിലോട്ട്